ഹലോ ആസ്പിരൻസ്, LP UP സിലബസ് ബേസ്ഡ് ക്ലാസ്സാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡിസ്കഷൻ ടോപ്പിക്. അപ്പോൾ LP UP ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സിലബസ് പോയി പ്രിൻ്റ് എടുക്കുക, പഠിച്ചു തുടങ്ങുക, സ്റ്റഡി ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, പഠിച്ചു തുടങ്ങുക കേട്ടോ. കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഇനിയുള്ള സമയം കൃത്യമായി പഠിച്ചാലും നമുക്ക് തീർക്കാൻ പറ്റും. അതുകൊണ്ട് ഒട്ടും മനസ്സ് വിഷമിക്കേണ്ട. പഠിച്ചു തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. അപ്പോൾ പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് കാണാം. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹം ജനിക്കുന്നത് 1873 ഡിസംബർ 28-നാണ്. അപ്പോൾ 1873 ഡിസംബർ 28-നാണ് കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിക്കുന്നത്. ഏതാണ് ജന്മസ്ഥലം? പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, വക്കമാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. വക്കം എവിടെയാണ്? തിരുവനന്തപുരത്ത് ചിറയൻകീഴ് താലൂക്കിലാണ് വക്കം. അപ്പോൾ തിരുവനന്തപുരത്ത് ചിറയൻകീഴ് താലൂക്കിലുള്ള വക്കം എന്ന സ്ഥലത്താണ് 1873 ഡിസംബർ 28-ന് കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിക്കുന്നത്. ഡീൽ? അത്രയും പോയിന്റ്സ് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്ത പോയിന്റ്സ് നോക്കാം. മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവാണ് അദ്ദേഹം, നമ്മൾ ഓൾറെഡി പഠിച്ചു. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ്. തെറ്റരുത്, സ്വദേശാഭിമാനി പത്രം അദ്ദേഹമാണ് ആരംഭിക്കുന്നത്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ്. ഇസ്ലാം പബ്ലിഷിംഗ് ഹൗസിൻ്റെ സ്ഥാപകനാണ്. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം അദ്ദേഹം ആരംഭിച്ചതാണ്. അപ്പോൾ നോക്കാം, മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവാണ്, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ്, ഇസ്ലാം പബ്ലിഷിംഗ് ഹൗസിൻ്റെ സ്ഥാപകനാണ്, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം അദ്ദേഹം ആരംഭിച്ചതാണ്. വക്കം മൗലവി എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. വക്കം അബ്ദുൽ ഖാദർ മൗലവി, വക്കം മൗലവി എന്നും അറിയപ്പെട്ടിരുന്നു. അദ്ദേഹം ആരംഭിച്ച സംഘടനകൾ ഏതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കാം. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, ഇത് നേരത്തെ ചോദിച്ചിട്ടുണ്ടേ. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, മുസ്ലിം ഐക്യസംഘം, മുസ്ലിം സമാജം, ഇതെല്ലാം വക്കം മൗലവി അഥവാ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച സംഘടനകളാണ്. ഒന്നുകൂടി പറയാം. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, മുസ്ലിം ഐക്യസംഘം, മുസ്ലിം സമാജം, ഇതെല്ലാം വക്കം മൗലവി അഥവാ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച സംഘടനകളാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി എങ്ങനെ അറിയപ്പെടുന്നത്? കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ജനിച്ചത് 1873 ഡിസംബർ 28-ന്. ജന്മസ്ഥലം ഏതാണ്? വക്കമാണ്. തുടർന്ന് പഠിക്കാം. 1905 ജനുവരി 19-ന് സ്വദേശാഭിമാനി പത്രം അദ്ദേഹം ആരംഭിച്ചത്. അപ്പോൾ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ. നമ്മൾ നേരത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ ക്വിസ് ഇട്ടായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യനാണ് ചോദിച്ചത്, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണെന്ന്. അപ്പോൾ ഒരു ഓപ്ഷനിൽ നിന്ന് മജോറിറ്റി ആൾക്കാരും എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്നാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പത്രത്തിൻ്റെ എഡിറ്ററാണ്. 1906-ലാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്റർ ആവുന്നത്. 1906-ലാണ്. പിന്നീടാണ് അദ്ദേഹം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്നറിയാൻ തുടങ്ങിയത്. അപ്പോൾ ഈ പേര് നമുക്കറിയാവുന്നതുകൊണ്ട് തെറ്റാനുള്ള സാധ്യതയുണ്ട്. ഓർത്തിരിക്കണം, സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ. അപ്പോൾ 1905 ജനുവരി 19-ന് സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്നത് അഞ്ചുതെങ്ങിൽ നിന്നാണ് ആരംഭിക്കുന്നത്. 1905 ജനുവരി 19-ന് പത്രം ആരംഭിക്കുന്നു. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. തെറ്റരുത്. ഇനി പത്രത്തിൻ്റെ ആപ്തവാക്യം എന്തായിരുന്നു? ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തില്ല ഒരു നാടിനെ. ഇതാണ് പത്രത്തിൻ്റെ ആപ്തവാക്യം. എന്താണ്? ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തില്ലൊരു നാടിനെ. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചപ്പോൾ അതിൻ്റെ ആദ്യ എഡിറ്റർ ആരായിരുന്നു? CP ഗോവിന്ദപിള്ളയായിരുന്നു പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അതിൻ്റെ ആദ്യ എഡിറ്റർ CP ഗോവിന്ദപിള്ളയാണ്. ആരാണ്? CP ഗോവിന്ദപിള്ളയാണ് ആദ്യ എഡിറ്റർ. ഇനി രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്റർ ആകുന്നത് 1906-ലാണ്. 1910 സെപ്റ്റംബർ 26-ന് തിരുവിതാംകൂർ സർക്കാരിനെയും ദിവാനായ P രാജഗോപാൽ ആചാര്യയെയും വിമർശിച്ചതിൻ്റെ പേരിൽ സ്വദേശാഭിമാനി പത്രം നിരോധിച്ചു. അപ്പോൾ സ്വദേശാഭിമാനി പത്രം നിരോധിച്ച വർഷം ഏതാണ്? 1910. എന്നാണ് നിരോധിക്കുന്നത്? സെപ്റ്റംബർ 26-ന്. പത്രം നിരോധിക്കാനുള്ള കാരണം എന്താ? തിരുവിതാംകൂർ സർക്കാരിനെയും അന്നത്തെ ദിവാനായിരുന്ന P രാജഗോപാൽ ആചാര്യയെയും വിമർശിച്ചു എന്നതിൻ്റെ പേരിലാണ് പത്രം നിരോധിക്കുന്നത്. അതിനെ തുടർന്ന് രാമകൃഷ്ണപിള്ളയെ നാടുകടത്തി. അപ്പോൾ രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു. അദ്ദേഹത്തിനെ നാടുകടത്തി.
എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് എന്തിനാണ് പത്രവും അച്ചടിശാലയും എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് മൗലവി. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതാരുടെ വാക്കുകളാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് എന്തിനാണ് പത്രവും അച്ചടിശാലയും, അച്ചുകൂടവും എന്നാണ് ആ ചോദ്യത്തിൽ. രണ്ടും സെയിം. എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് എന്തിനാണ് പത്രവും അച്ചടിശാലയും എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവി. ക്ലിയർ? അപ്പോൾ 1910 സെപ്റ്റംബർ 26 തിരുവിതാംകൂർ സർക്കാരിനെയും ദിവാനായ പി രാജഗോപാൽ ആചാര്യയെയും വിമർശിച്ചതിൻ്റെ പേരിൽ സ്വദേശാഭിമാനി പത്രം നിരോധിച്ചത്. അപ്പോൾ ഈ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഒരു ചരിത്രം മാത്രം, ക്വസ്റ്റ്യൻസ് മാത്രം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. എന്നാണ് പത്രം ആരംഭിക്കുന്നത്? 1905 ജനുവരി 19 സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്നത്. എവിടെ നിന്നാണ് ആരംഭിച്ചത് പ്രസിദ്ധീകരണം? 5 തെങ്ങിൽ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. പത്രത്തിൻ്റെ ആപ്തവാക്യം എന്താ? ഭയ കൗടില്യ ലോഭങ്ങൾ വളർത്തില്ലൊരു നാടിനെ എന്നതാണ് പത്രത്തിൻ്റെ ആപ്തവാക്യം. പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ ആരാണ്? CP ഗോവിന്ദപിള്ള. രാമകൃഷ്ണപിള്ള എഡിറ്റർ ആയതെന്നാണ് 1906. 1910 സെപ്റ്റംബർ 26 പത്രം നിരോധിക്കുന്നു. കാരണം എന്താണ്? തിരുവിതാംകൂർ സർക്കാരിനെയും ദിവാനായ പി രാജഗോപാൽ ആചാര്യയെയും വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ പത്രം നിരോധിക്കുന്നു. ഇനി എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് എന്തിനാണ് പത്രവും അച്ചടിശാലയും? കാരണം രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയല്ലോ, അതാണ് പത്രാധിപരില്ലാതെ ആയത്. അപ്പോൾ എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് എന്തിനാണ് പത്രവും അച്ചടിശാലയും എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. തുടർന്ന് പഠിക്കാം. 1906 മുസ്ലിം എന്ന പേരിൽ മലയാള മാസിക പ്രസിദ്ധീകരിച്ചു. 1906 മുസ്ലിം എന്ന പേരിൽ മലയാള മാസിക അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. 1918 അറബി മലയാളം മാസികയായ അൽ ഇസ്ലാം ആരംഭിച്ചു. 1918 അൽ ഇസ്ലാം എന്ന മാസിക ആരംഭിച്ചു. അൽ ഇസ്ലാം 1918 അറബി മലയാളം മാസികയായ അൽ ഇസ്ലാം എന്ന മാസിക ആരംഭിച്ചു. അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചതാരാ? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. തെറ്റരുത്. അൽ അമീൻ എന്ന പത്രം ആരംഭിക്കുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിക്കുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അപ്പോൾ തെറ്റരുത്. അൽ ഇസ്ലാം ആരംഭിക്കുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അൽ അമീൻ ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. അൽ ഹിലാൽ ആരംഭിക്കുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. തുടർന്ന് പഠിക്കാം. അപ്പോൾ 2 മാസികയുടെ കാര്യം നമ്മൾ പറഞ്ഞു. 1906 മുസ്ലിം എന്ന പേരിലൊരു മാസിക ആരംഭിക്കുന്നു. 1918 അറബി മലയാളം മാസികയായ അൽ ഇസ്ലാം ആരംഭിക്കുന്നു. ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസിൻ്റെ സ്ഥാപകനാണ് അദ്ദേഹം. 1931 ഈ പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസിൻ്റെ സ്ഥാപകനാണ് അദ്ദേഹം. എന്നാണ് ആരംഭിക്കുന്നത്? 1931. ഈ 1931 ദീപിക എന്ന മാസിക ആരംഭിക്കുന്നത്. പത്രമല്ല കേട്ടോ, ഇത് മാസികയാണ്. ദീപിക എന്ന പത്രമല്ല, ഇത് മാസികയാണ്. ദീപിക എന്ന പത്രത്തിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. ആരാണ്? നസ്രാണി ദീപികയുടെ സ്ഥാപകൻ നിധിയിരിക്കൽ മാണിക്കത്തനാരാണ്. ഇത് ദീപിക എന്ന മാസിക. ദീപിക എന്ന മാസിക ആരംഭിച്ചത് 1931. വക്കം മൗലവിയാണ് ദീപിക എന്ന മാസിക ആരംഭിക്കുന്നത്. ഇതിനകത്ത് മൗലവി രചിച്ച വിശുദ്ധ ഖുറാൻ്റെ മലയാള പരിഭാഷ ഈ ദീപികയിലാണ് പ്രസിദ്ധീകരിച്ചു വന്നത്. അപ്പോൾ ചോദിക്കാം, വക്കം അബ്ദുൽ ഖാദർ മൗലവി രചിച്ച വിശുദ്ധ ഖുറാൻ്റെ പരിഭാഷ, മലയാള പരിഭാഷ അച്ചടിച്ചു വന്നത് ഏത് മാസികയിലാണെന്ന്. അപ്പോൾ ദീപിക എന്ന ഓപ്ഷനിൽ കണ്ടാൽ നമ്മൾ ദീപിക പത്രമേ ഓർക്കും. അപ്പോൾ ദീപിക നമ്മൾ ഓപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇത് പഠിച്ചു വെക്കണം. മൗലവി രചിച്ച വിശുദ്ധ ഖുറാൻ്റെ മലയാള പരിഭാഷ ദീപികയിലാണ് പ്രസിദ്ധീകരിച്ചു വന്നത്. ദീപിക എന്ന മാസിക ആരംഭിക്കുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് 1931. SNDPയുടെ മാതൃകയിൽ അദ്ദേഹം ആരംഭിച്ച സംഘടനയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. 1918 അദ്ദേഹം ആരംഭിക്കുന്നത്. SNDPയുടെ മാതൃകയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച സംഘടന ഏതാണ്? ഇസ്ലാം ധർമ്മ പരിപാലന സംഘം 1918. ഇനി 1932 ഒക്ടോബർ 31 അദ്ദേഹം അന്തരിച്ചു. 1932 ഒക്ടോബർ 31 അദ്ദേഹം അന്തരിച്ചു. കുറച്ച് പോയിൻറ്റ്സ് കൂടെ പഠിക്കാം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ജീവിതത്തിനെ ആസ്പദമാക്കിയിട്ട് സ്വദേശാഭിമാനി വക്കം മൗലവി, അതൊരു ജീവചരിത്ര കൃതിയാണ്. അത് രചിച്ചത് ഡോക്ടർ ജമാൽ മുഹമ്മദാണ്. ഡോക്ടർ ജമാൽ മുഹമ്മദാണ്. ജീവചരിത്ര കൃതിയാണ്. പേരെന്താ? സ്വദേശാഭിമാനി വക്കം മൗലവി. ഈ ജീവചരിത്ര കൃതി രചിച്ചത് ഡോക്ടർ ജമാൽ
മുഹമ്മദാണ്. ഇനി മതവിദ്യാഭ്യാസത്തിനോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യന് പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്ന് ചോദിക്കാം. അതിൻ്റെ ഉത്തരം എന്താണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. എന്താണ് പറഞ്ഞത്? മതവിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസവും നേടണം, എങ്കിലേ മനുഷ്യന് പുരോഗതി സാധ്യമാകൂ. ഇത് ആരാണ് പറഞ്ഞത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി വക്കം മൗലവി സെൻറ്റർ ഫോർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് എവിടെയാണ് സ്ഥിതി ചെയ്തത്? കോഴിക്കോടാണ് വക്കം മൗലവി സെൻറ്റർ ഫോർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളൊന്ന് നോക്കാം. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ? ഇസ്ലാമിക് സന്ദേശം, സൂറത്ത് ഉൽ ഫാത്തിഹ, ദ ഉസ് ഫാഹ്, ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം. ഇത്രയാണ്. ഇനി നമുക്ക് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. കാരണം നിങ്ങൾ ഈ വീഡിയോ കാണാൻ എടുക്കുന്ന സമയം പഠിച്ചു തീർക്കാനും കൂടെ ഉള്ളതാണ്. നിങ്ങൾ വെറുതെ വീഡിയോ കണ്ടു ഇനി നോട്ട്സ് എഴുതി എടുക്കാനായിട്ട് ഒരു പ്രാവശ്യം കൂടി മെനക്കെടണം, അല്ലെങ്കിൽ ഇനി ഇത് പഠിക്കാനായിട്ട് നമ്മൾ മനസ്സിരുത്തി പഠിക്കാനായിട്ട് ഒന്നും കൂടി മെനക്കെടണം എന്നുള്ളത് വരരുത്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇത്രയും പോയിൻറ്റ്സും നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റണം. അതാണ് നമ്മുടെ എയിം. അപ്പോൾ ഒന്ന് നമുക്ക് റിവൈസ് ചെയ്യാം, നിങ്ങളും കൂടെ വായിക്കുക. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റിയാണ്. അദ്ദേഹം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹത്തിൻ്റെ ജനനം 1873 ഡിസംബർ 28-നാണ്. എവിടെ ജനിച്ചത്? വക്കത്താണ് ജനിച്ചത്. അദ്ദേഹം അറിയപ്പെടുന്നത് മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ് അദ്ദേഹം. ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസിൻ്റെ സ്ഥാപകനാണ്. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം അദ്ദേഹം ആരംഭിച്ചതാണ്. അദ്ദേഹം വക്കം മൗലവി എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ഇനി അദ്ദേഹം ആരംഭിച്ച സംഘടനകൾ ഏതൊക്കെയാണ്? അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ അദ്ദേഹം ആരംഭിച്ചതാണ്. മുസ്ലിം ഐക്യ സംഘം അദ്ദേഹം ആരംഭിച്ചതാണ്. മുസ്ലിം സമാജം അദ്ദേഹം ആരംഭിച്ചതാണ്. 1905 ജനുവരി 19-നാണ് ദേശാഭിമാനി പത്രം അഞ്ചുതെങ്ങിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. 1905 ജനുവരി 19-ന്. പത്രത്തിൻ്റെ ആപ്തവാക്യം എന്താ? ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തില്ല ഒരു നാടിനെ. പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ ആരായിരുന്നു? CP ഗോവിന്ദപിള്ള. രാമകൃഷ്ണപിള്ള എഡിറ്റർ ആയതെന്നാണ് 1906-ലാണ് രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്റർ ആകുന്നത്. 1910 സെപ്റ്റംബർ 26-ന് പത്രം നിരോധിച്ചു. കാരണം എന്താ? തിരുവിതാംകൂർ സർക്കാരിനെയും ദിവാനായ P രാജഗോപാൽ ആചാര്യയെയും വിമർശിച്ചതിൻ്റെ പേരിൽ സ്വദേശാഭിമാനി പത്രം നിരോധിച്ചു. എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് എന്തിനാണ് പത്രവും അച്ചുകൂടവും എന്നഭിപ്രായപ്പെട്ടതാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി അദ്ദേഹം 1906-ൽ മുസ്ലിം എന്ന പേരിൽ മലയാള മാസിക പ്രസിദ്ധീകരിച്ചു. 1918-ൽ അറബി മലയാളം മാസികയായ അൽ ഇസ്ലാം ആരംഭിച്ചു. ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസിൻ്റെ സ്ഥാപകനാണ് അദ്ദേഹം. 1931-ലാണ് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് ആരംഭിക്കുന്നത്. 1931-ൽ ദീപിക എന്ന മാസിക ആരംഭിച്ചു. പത്രമല്ല, മാസിക ആരംഭിച്ചു. മൗലവി രചിച്ച വിശുദ്ധ ഖുർആന്റെ മലയാള പരിഭാഷ ഈ ദീപിക എന്ന മാസികയിലാണ് പ്രസിദ്ധീകരിച്ചു വന്നത്. SNDPയുടെ മാതൃകയിൽ അദ്ദേഹം ആരംഭിച്ച സംഘടനയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. 1918-ൽ 1932 ഒക്ടോബർ 31-ന് അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളും കൂടി മനസ്സിലാക്കി വയ്ക്കണം. ഇസ്ലാമിക് സന്ദേശം, സൂറത്ത് ഉൽ ഫാത്തിഹ, ദ ഉസ് ഫാഹ്, ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം എന്നിവയാണ്. ഇനി ഡോക്ടർ ജമാൽ മുഹമ്മദ് ആരാന്ന് നമ്മൾ പറഞ്ഞു. സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന ജീവചരിത്ര കൃതി രചിച്ചത് ഡോക്ടർ ജമാൽ മുഹമ്മദാണ്. വക്കം മൗലവി സെൻറ്റർ ഫോർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാക്യം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് പറഞ്ഞു നമ്മൾ. മതവിദ്യാഭ്യാസത്തിനോടൊപ്പം പുരോഗതി മനുഷ്യന് സാധ്യമാകണമെങ്കിൽ എന്ത് വേണം? ഭൗതിക വിദ്യാഭ്യാസം കൂടി നേടണം. ഈ അഭിപ്രായം പറഞ്ഞത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇത്രയും പോയിന്റ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ്, തെറ്റിപ്പോകരുത്. അതുപോലെ ദീപിക എന്ന മാസികയാണ് ആരംഭിച്ചത്. അതുപോലെ അൽ ഇസ്ലാമാണ് അദ്ദേഹം ആരംഭിച്ച മാസിക. അൽ ഇസ്ലാമാണ് അദ്ദേഹം ആരംഭിച്ച അറബി മലയാളം മാസിക. അതുപോലെ മുസ്ലിം എന്ന പേരിലും അദ്ദേഹം ഒരു മലയാളം മാസിക പ്രസിദ്ധീകരിച്ചിരുന്നു. പിന്നെ തെറ്റത്തിലല്ല. ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ്? നമുക്കറിയാം, വക്കം അബ്ദുൽ ഖാദർ മൗലവി. രണ്ടാമത്തെ ചോദ്യം, 1905-ൽ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. മൂന്നാമത്തെ ചോദ്യം, SNDPയുടെ മാതൃകയിൽ ഇസ്ലാം ധർമ്മപരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. നാലാമത്തെ ചോദ്യം, മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചത് ആര്? ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് വരുന്നതെന്ന ഫോർമാറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. റിപ്പീറ്റഡ് ചോദ്യങ്ങളോടൊന്ന് മനസ്സിലാക്കി വെക്കണം. ഉത്തരം നമുക്കറിയാം. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. മുസ്ലിം എന്ന പ്രസിദ്ധീകരണം
വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച വർഷം 1906. വക്കം മൗലവി അന്തരിച്ച വർഷം 1932. 1910 തിരുവിതാംകൂർ സർക്കാർ കണ്ടുകിട്ടിയ പ്രസ് വക്കം മൗലവിയുടെ അനന്തരാവകാശികൾക്ക് തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ച കേരള മുഖ്യമന്ത്രി. ഇത് നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം EMS ആണ്. 1910 തിരുവിതാംകൂർ സർക്കാർ കണ്ടുകെട്ടിയ പ്രസ് വക്കം മൗലവിയുടെ അനന്തരാവകാശികൾക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് തീരുമാനിച്ച കേരള മുഖ്യമന്ത്രിയാണ് EMS. വക്കം മൗലവിയുടെ ജന്മസ്ഥലം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിൽ. ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം എന്ന കൃതി രചിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രം തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1907. തിരുവിതാംകൂറിലെ രാജഭരണത്തിൻ്റെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന പത്രം സ്വദേശാഭിമാനി പത്രമാണ്. രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് ബ്രിട്ടീഷുകാർ സ്വദേശാഭിമാനി പത്രം അടച്ചുപൂട്ടിയത് ഏതു വർഷമാണ്? 1910. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ CP ഗോവിന്ദപിള്ള. സമുദായ ഉദ്ധാരണത്തിനായിട്ട് 1906 ജനുവരിയിൽ വക്കം മൗലവി ആരംഭിച്ച വാർത്താ പത്രികയുടെ പേരെന്താണ്? മുസ്ലിം എന്നാണ്. വക്കം മൗലവി ഇസ്ലാമിക പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചത് എന്നാണ്? 1931. വക്കം മൗലവി ഇസ്ലാമിക പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചത് 1931. ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തുകില്ലൊരു നാടിനെ എന്ന മുഖക്കുറിപ്പോടെ പ്രസിദ്ധീകരിച്ച പത്രം സ്വദേശാഭിമാനി. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയപ്പോൾ എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് അച്ചും അച്ചുകൂടവും എന്തിന് എന്ന നിലപാട് സ്വീകരിച്ച വ്യക്തി വക്കം അബ്ദുൽ ഖാദർ മൗലവി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന കൃതി രചിച്ചത് ആരാണ്? ഈ ചോദ്യം നിങ്ങൾ വീഡിയോ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഉത്തരം എഴുതാനായിട്ട് പറ്റും. ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും പോയിൻറ്സും പറഞ്ഞ് നമ്മൾ റിവൈസും ചെയ്തിട്ട് ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസ് കൂടി പഠിച്ചപ്പോൾ ഈ ടോപ്പിക്ക് നമ്മൾ പഠിച്ച് സീൽ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങളും അത്രയും ഇൻവോൾവ്മെൻറ്റോടുകൂടി വീഡിയോസ് കാണാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. വേറൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. ബൈ.